ട്രൂ മീഡിയ ടീം വന്നെത്തിയിരിക്കുന്നത് കണ്ണൂർ ജില്ലയിലെ എടൂരാണ്. എടൂര് സെൻറ് മേരീസ് ഹയർ സെക്കൻഡറി സ്കൂളിന് മുന്നിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. എടൂര് ഹയർ സെക്കൻഡറി സ്കൂൾ എന്ന് കേൾക്കുമ്പോൾ കേരളത്തിലെ എല്ലാവർക്കും അറിയാം. കാരണം പഠനരംഗത്തും അതോടൊപ്പം തന്നെ കായിക രംഗത്തും കലാരംഗത്തും ഒക്കെ വലിയ ഒരു മികവ് പുലർത്തുന്ന സ്കൂളാണ് നമ്മുടെ എടൂര് ഹയർ സെക്കൻഡറി സ്കൂൾ. അപ്പോൾ ഇന്ന് ട്രൂ മീഡിയ ടീം ഇവിടെ എത്താനുള്ളൊരു പ്രധാന കാരണം നമ്മുടെ ഇതിനൊക്കെ പഠനരംഗത്തും കലാരംഗത്ത് കായിക രംഗത്തൊക്കെ കുട്ടികളെയും അതോടൊപ്പം തന്നെ അധ്യാപകരെയൊക്കെ സപ്പോർട്ട് ചെയ്യുന്ന ഏറ്റവും കൂടുതൽ പ്രചോദനം നൽകുന്ന ഒരു പ്രിൻസിപ്പാൾ നമുക്കിവിടെ ഉണ്ട്, ലിൻസി പി സാം. 30 വർഷത്തെ സ്കൂൾ ജീവിതത്തിന് ശേഷം ഈ വരുന്ന മെയ് 31 വിരമിക്കാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ ഇന്നത്തെ ആ ഒരു ദിവസം ട്രൂ മീഡിയ ടീം ടീച്ചറിൻ്റെ കഴിഞ്ഞ അനുഭവങ്ങളും അതോടൊപ്പം തന്നെ ഈ സ്കൂൾ ജീവിതത്തിലെ പ്രവർത്തനങ്ങളും ഒക്കെ ഒന്ന് ചോദിച്ചറിയാൻ വേണ്ടിയാണ് വന്നെത്തിയിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ടീച്ചറിൻ്റെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ഒന്ന് ചോദിച്ചറിയാം. വാ. മീഡിയ ആണ്. അപ്പോൾ ഇന്ന് ഒരു ദിവസം ടീച്ചറിൻ്റെ വിശേഷങ്ങളും നമ്മുടെ ഈ 30 വർഷത്തെ ഈ സ്കൂൾ അധ്യാപന ജീവിതം ഒക്കെ എങ്ങനെ ഉണ്ടായിരുന്നു എന്നറിയാൻ വേണ്ടിയിട്ടാണ് ഞങ്ങളിവിടെ എത്തിയിരിക്കുന്നത്. എന്തുണ്ട് വിശേഷം? സുഖമായിട്ടിരിക്കുന്നു. മെയ് 31 റിട്ടയർമെൻ്റ് ആണ്. അപ്പോൾ 30 വർഷത്തെ ഒരു സേവനം അവസാനിപ്പിച്ച് ഇനിയും വേറൊരു ഫീൽഡിലേക്കൊക്കെ അധ്യാപനം തന്നെ തുടർന്നുകൊണ്ട് പോകാൻ വേണ്ടിയുള്ള തീരുമാനമാണ്. അപ്പോൾ ടീച്ചറെ, നമുക്ക് നമ്മുടെ എടൂർ സ്കൂളിനെ സംബന്ധിച്ച് ഒരുപാട് കാര്യങ്ങളൊക്കെ ചോദിച്ചറിയാനുണ്ട്. അതോടൊപ്പം തന്നെ ടീച്ചറിൻ്റെ തുടക്കമൊക്കെ ചോദിച്ചറിയാനുണ്ട്. നമുക്ക് വരാന്തകളിലൂടെ ക്ലാസ് റൂമുകളിലൂടെയൊക്കെ ഒന്ന് യാത്ര ചെയ്താലോ? ഉറപ്പായിട്ടും. അപ്പോൾ വർഷങ്ങളായി ഈ വരാന്തയിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ സഞ്ചരിച്ച് കുട്ടികളുടെ ആവശ്യങ്ങളൊക്കെ നിറവേറ്റി കൊടുത്തു. ടീച്ചർ ഏകദേശം എത്ര വർഷത്തെ സർവീസ് ഉണ്ട്? കേരളത്തിൽ വന്നിട്ട് ഇപ്പോൾ 27 വർഷമായി. 99 മുതൽ 2026 മെയ് വരെ 27 കൊല്ലമായി. അതിന് മുൻപ് ഞാൻ ഡൽഹിയിലായിരുന്നു. ഡൽഹിയിൽ 5 വർഷത്തെ അധ്യാപന സർവീസ്, അതും ഹയർ സെക്കൻഡറിയിൽ തന്നെ. കേരളത്തിൽ വന്നപ്പോൾ ആദ്യം എവിടെയായിരുന്നു ടീച്ചർ? ആദ്യം ഞാൻ ചെമ്പേരി നിർമ്മല ഹയർ സെക്കൻഡറി സ്കൂളിലായിരുന്നു. ഞാൻ ആക്ച്വലി എൻ്റെ വീട് മാവേലിക്കരയാണ്. മാവേലിക്കരയിൽ നിന്ന് ഇങ്ങോട്ടൊക്കെ വന്നപ്പം ഒരു പുതിയ ഒരു എല്ലാം ചേഞ്ചായിരുന്നു. അപ്പോൾ രാവിലെ 6 മണിക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങുന്നു, ഒരു 8 മണി 8:30 ആകുമ്പോഴത്തേക്ക് സ്കൂളിൽ ചെല്ലുന്നു. അങ്ങനെ ചെമ്പേരിയിൽ ഞാൻ 99 മുതൽ 2002 വരെ 3 വർഷം ഉണ്ടായിരുന്നു. അപ്പോൾ നല്ല അനുഭവങ്ങളൊക്കെയാണ് അല്ലേ? തീർച്ചയായിട്ടും. നമ്മളെ എടൂര് സ്കൂള് എന്ന് കേൾക്കുമ്പോൾ നമ്മളെ കേരളത്തിലെ എല്ലാവർക്കും അറിയാം. അതെന്ന് പറഞ്ഞാൽ കലോത്സവങ്ങളിലാണേലും അതോടൊപ്പം തന്നെ കായിക മത്സരങ്ങളിലാണേലും പഠനരംഗത്താണേലും എല്ലാം കേരളത്തിൽ മുന്നിട്ട് നിൽക്കുന്ന ഒരു സ്കൂള് തന്നെയാണ്. അപ്പോൾ ആ സ്കൂളിൻ്റെ പ്രവർത്തനമൊക്കെ ടീച്ചർ വന്നപ്പോൾ എങ്ങനെയുണ്ടായിരുന്നു? 2020 ഞാനിവിടെ ജോയിൻ ചെയ്തപ്പോൾ എനിക്ക് പ്രിൻസിപ്പൽ ആകണമെന്നും ഒരു അഡ്മിനിസ്ട്രേറ്റീവ് പവറിലേക്ക് വന്ന് ഒരു സ്കൂളിനെ കേരളത്തിലെ ഏറ്റവും ബെസ്റ്റ് സ്കൂളാക്കണമെന്നുള്ള ആഗ്രഹത്തിൽ തന്നെയാണ് ഞാൻ ജോയിൻ ചെയ്തത്. അപ്പോൾ ഞാനിവിടെ വന്നപ്പം ഞാൻ ആദ്യമായിട്ട് എൻ്റെ മാനേജർ ആൻ്റണി മുതുകുന്നേലച്ഛനായിരുന്നു. ഇപ്പോൾ തലശ്ശേരി അതിരൂപതയുടെ പ്രോട്ടോസിഞ്ചലൂസാണ്. അദ്ദേഹവുമായി ചേർന്ന് ഞാൻ ആദ്യമായി ചെയ്തൊരു പ്രവർത്തനമെന്ന് പറഞ്ഞത് ഈ ക്ലാസ് റൂമുകളും വരാന്തകളും ഗ്രാനൈറ്റ് ഇട്ട് മനോഹരമാക്കുക എന്നുള്ളതായിരുന്നു. കാരണം ഒരു കുട്ടി സ്കൂളിലേക്ക് വരുമ്പോൾ അവർക്ക് ആഗ്രഹം ഏറ്റവും വൃത്തിയുള്ള ഒരു സാഹചര്യത്തിൽ പഠിക്കുക എന്നുള്ളതാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഏറ്റവും പ്രാഥമികമായ ഒരു കാര്യം ചെയ്തു കൊടുത്തത് ഫ്ലോറിങ് ചെയ്യുക എന്നുള്ളതായിരുന്നു. അത് കഴിഞ്ഞതിന് ശേഷം ഓഫീസ് വൃത്തിയാക്കി. കാരണം ഓഫീസ് ഈ പറഞ്ഞതുപോലെ തന്നെയാണ്, ഒരാൾ കയറി വരുമ്പോൾ ഇത് നമ്മുടെ ഹയർ സെക്കൻഡറി സ്കൂളിൻ്റെ ഓഫീസാണ്, ഇവിടെ ഇരുന്ന് നമുക്ക് വർത്തമാനം പറയണം എന്നൊരു ചിന്ത ആ വരുന്നവർക്ക് തോന്നണമെന്നുള്ളൊരാഗ്രഹത്തിൽ അത് കഴിഞ്ഞിട്ട് ഓഫീസ് നന്നാക്കി. അത് കഴിഞ്ഞതിന് ശേഷം എല്ലാവരും പറഞ്ഞു, ഈ തലശ്ശേരിയിൽ ഇത്രയും നല്ലൊരു സ്കൂളിൻ്റെ ഓഫീസ് ഇല്ല എന്ന് പറഞ്ഞു. സത്യമാണ്, നമ്മൾ ഓഫീസിൽ കയറിയാൽ തന്നെ നമുക്ക് കാണാമല്ലോ, ഒരു പോസിറ്റീവ് എനർജി ഉണ്ടാകണം. അതാണ് ചെയ്തത്. ഭൗതികപരമായിട്ട് പിന്നെ മൂന്നാമത് ചെയ്തത് നമ്മുടെ ക്ലാസ് റൂമിൻ്റെ മുമ്പിലുള്ള മുറ്റം ഇൻ്റർലോക്ക് ഇട്ട് മനോഹരമാക്കി. അപ്പോൾ അങ്ങനെ പ്രാഥമികമായ ആ കാര്യങ്ങളാണ് ആദ്യം സ്റ്റാർട്ട് ചെയ്തത്. അതിനുശേഷം 2020 ഞാൻ ജോയിൻ ചെയ്തത് കൊറോണ കാലമായിരുന്നു. കൊറോണ കാലത്ത് എങ്ങനെയാണ് കുട്ടികളെ ഡീൽ ചെയ്യുന്നതെന്നുള്ള ആശങ്ക എല്ലാവർക്കും ഉണ്ടായിരുന്നു. അപ്പോൾ ഞാനാണ്
നമ്മുടെ ഈ രൂപതയിൽ ആദ്യമായിട്ട് ഈ ഗവൺമെൻറ് പറയുന്നതിന് മുമ്പ് തന്നെ ഈ ഓൺലൈൻ ക്ലാസ്സുകൾ സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ ഓൺലൈൻ ക്ലാസ്സുകൾ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ പേരൻസിനൊക്കെ ഭയങ്കരമായ സന്തോഷമായി. കാരണം അല്ലെങ്കിൽ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ വീട്ടിലിരിക്കുന്ന കൗമാരക്കാരായ പിള്ളേരെ എങ്ങനെ ഡീൽ ചെയ്യുമെന്നുള്ള വലിയ ആശങ്ക പേരൻസിനുണ്ടായിരുന്നു. പക്ഷേ ഞങ്ങൾ എന്ത് ചെയ്തു, ടൈം ടേബിൾ അനുസരിച്ച് തന്നെ, അതായത് സ്കൂളിൽ വന്നാൽ 1 മണിക്കൂർ ഒരു സബ്ജക്റ്റിന് കൊടുക്കും, അതേപോലെ തന്നെ 1 മണിക്കൂർ വെച്ചിട്ട് ഓരോ സബ്ജക്റ്റും കുട്ടികൾക്ക് എടുത്തു കൊടുത്തു. അതായത് രാവിലെ 9 മണിക്ക് സ്റ്റാർട്ട് ചെയ്യുന്ന, ഇപ്പം ഞാൻ പ്രിൻസിപ്പൾ ആയതുകൊണ്ട് സ്കൂളിലേക്ക് വരേണ്ടതുകൊണ്ട് ഞാൻ രാവിലെ 7 മണിക്ക് സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ എൻ്റെ അയൽക്കാരൊക്കെ പറയാറുണ്ടായിരുന്നു കെമിസ്ട്രി പഠിച്ചു എന്ന്. അപ്പോൾ രാവിലെ 7 മണിക്ക് ഞാൻ സ്റ്റാർട്ട് ചെയ്യും. വൈകുന്നേരം പിള്ളേരുടെ 3 മണി വരെയാണ് അവരുടെ ടൈം ടേബിൾ. അപ്പോൾ അങ്ങനെ ഒരു പിള്ളേരിൽ ഒരു അച്ചടക്കം ഉണ്ടാക്കാൻ ആ കൊറോണ കാലത്ത് തന്നെ സാധിച്ചു. അത് കഴിഞ്ഞ് 2021 ആയപ്പോഴാണല്ലോ കുട്ടികൾ സ്കൂളിലേക്ക് വരാൻ തുടങ്ങിയത്. കുട്ടികൾ സ്കൂളിലേക്ക് വന്നു കഴിഞ്ഞതിന് ശേഷം എനിക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് പങ്ക്ച്വലായിട്ട് സ്കൂളിലേക്ക് വരിക എന്ന് പറഞ്ഞത്. 8:50 മുതലാണ് സ്കൂൾ ടൈം. 8:51 ആയാലും എനിക്ക് ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് വളരെ കർക്കശമായി തന്നെ പേരൻസിനോടും കുട്ടികളോടും പറഞ്ഞിട്ടുണ്ട്, 8:50 കുട്ടികളെല്ലാവരും സ്കൂളിലുണ്ടായിരിക്കണം. അങ്ങനെ ഒരു വർഷം പിള്ളേർക്കൊക്കെ ഇച്ചിരി സ്ട്രഗിൾ ആയിരുന്നു ഇത്രയും സമയത്ത് എത്തി. കാരണം രാവിലെ എണീക്കുക എന്നുള്ളത് എല്ലാവരെയും സംബന്ധിച്ചിടത്തോളം ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് 8:50 എത്തുക എന്നുള്ളത് ഒരു വർഷം കുട്ടികൾക്ക് ഇച്ചിരി ബുദ്ധിമുട്ടായിരുന്നെങ്കിൽ പോലും പിന്നെ സീനിയേഴ്സ് പറയുന്നത് കേട്ട് ജൂനിയേഴ്സ് ആണെങ്കിൽ പോലും എല്ലാവരും കറക്റ്റ് ടൈമിൽ സ്കൂളിലെത്തും. 8:50 ടീച്ചേഴ്സ് ക്ലാസ്സിൽ പോകും. അതായത് ക്ലാസ് ടീച്ചേഴ്സ് ക്ലാസ്സിൽ പോയി അവരുടെ എല്ലാ കാര്യങ്ങളും ഓരോരുത്തരെക്കുറിച്ചും മനസ്സിലാക്കുക. അവർ വന്നില്ലെങ്കിൽ, തലേദിവസം വരാത്തവരാണെങ്കിൽ അവരോട് ചോദിക്കും, എന്താ വരാത്തതിൻ്റെ കാരണങ്ങൾ അന്വേഷിച്ച് അവരെ തിരുത്തേണ്ടതാണെങ്കിൽ തിരുത്തും. അല്ല പഠനത്തിൽ വീക്കായിട്ട് വീട്ടിലിരുന്നതാണെങ്കിൽ അവരുടെ വീടുകളിൽ പോയി അവരെക്കുറിച്ച് അന്വേഷിക്കുക. ഈ കാര്യങ്ങളെല്ലാം ചെയ്യാൻ വേണ്ടിയിട്ടാണ് 8:50 മുതൽ 9 മണി വരെയുള്ള ഒരു സമയം അവർക്ക് കൊടുത്തേക്കുന്നത്. പിന്നെ 9 മണി മുതൽ സാധാരണ രീതിയിൽ കുട്ടികളെ പഠിപ്പിക്കുക എന്നുള്ളതാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിനിടയ്ക്ക് അതുകൊണ്ട് തന്നെ 2021 ആയപ്പം തന്നെ ആദ്യത്തെ റിസൾട്ട് തന്നെ വളരെ നല്ലൊരു റിസൾട്ട് ആക്കാൻ കഴിഞ്ഞു. അത് കഴിഞ്ഞ് ഇന്ന് വരെയും ഗ്രാഫ് ദൈവാധീനത്താൽ കുറഞ്ഞിട്ടില്ല. ഗ്രാഫ് പൊങ്ങി തന്നെ നിൽക്കുകയാണ്. അതെ, കൂടി നിൽക്കുകയാണ്. 2022 ആയപ്പോഴത്തേക്ക് കണ്ണൂർ ജില്ലയിൽ ഏറ്റവും കൂടുതൽ A+ നേടുന്ന ഒരു വിദ്യാലയമായിട്ട് നമ്മുടെ എടൂർ സെൻറ്റ് മേരീസ് മാറി. അതെ, എനിക്കതിലൊക്കെ വലിയ സന്തോഷമുണ്ട്. ഞാൻ ഒറ്റയ്ക്കല്ല, ഞങ്ങളുടെ ടീം മൊത്തമായിട്ടാണ്, ടീം വർക്കാണ്, സെൻറ്റ് മേരീസ് കുടുംബമാണ്. അപ്പോൾ അവരെല്ലാവരും ഞാൻ പറയുന്നത് പോലെ തന്നെ എന്നോടൊപ്പം നിന്ന് സ്കൂളിന് വേണ്ടി ഭയങ്കരമായിട്ട് കഠിനാധ്വാനം ചെയ്യുന്നതാണ് എൻ്റെ ടീച്ചേഴ്സ്. ഞാൻ എപ്പോഴും എൻ്റെ ക്രെഡിറ്റ് കൊടുക്കുന്ന മുഴുവനും എൻ്റെ അധ്യാപകർക്കാണ്. വൈകുന്നേരങ്ങളിലൊക്കെ എത്ര സമയം വൈകി വേണമെങ്കിലും സ്കൂളിലിരിക്കാനും സ്കൂളിൻ്റെ പ്രവർത്തനങ്ങളിൽ ചെയ്യാനും അവർക്ക് ഇഷ്ടമാണ്, താല്പര്യമാണ്. കുടുംബമില്ലാഞ്ഞിട്ടൊന്നുമല്ല, പക്ഷേ കുടുംബത്തേക്കാൾ ഉപരി കുട്ടികളാണ് കുറച്ചും കൂടെ ഇമ്പോർട്ടൻ്റ് എന്ന് മനസ്സിലാക്കി അങ്ങനെ വരുന്നവരാണ്. അതുകൊണ്ട് തന്നെ എല്ലാ മേഖലയിലും നല്ലൊരു റിസൾട്ട് കിട്ടാൻ വേണ്ടിയിട്ട് സ്കൂളിന് സാധിച്ചു. അടുത്ത് നമ്മൾ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഒരു പാട്ടൊക്കെ കേൾക്കുന്നുണ്ട് അല്ലേ? അതെ, സംസ്ഥാന കലോത്സവത്തിൽ ദേശഭക്തി ഗാനവും സംഘഗാനവും തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ സംസ്ഥാന തലത്ത് പോകുന്നതിന് മുമ്പ് കുട്ടികൾക്കുള്ള ഒരു പ്രാക്ടീസാണ്. ഈ വർഷം 8 ഐറ്റമാണ് സംസ്ഥാന തലത്തിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നത്. അത് മാർഗംകളി, നാടകം, സ്കിറ്റ്, ദേശഭക്തി ഗാനം, സംഘഗാനം, ഇത്രയും ഗ്രൂപ്പ് ഐറ്റവും പിന്നെ ഈ മലയാളം പ്രസംഗം, പിന്നെ വയലിൻ, ഇത്രയും 8 ഐറ്റമാണ് ടോട്ടൽ തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നത്. തലശ്ശേരി രൂപതയിലെ ഒരു സ്കൂളിൽ നിന്നും ഒരു ഐറ്റവും തിരഞ്ഞെടുക്കപ്പെടാത്ത സമയത്താണ് നമ്മുടെ സ്കൂളിൽ നിന്നും 48 കുട്ടികളാണ് സംസ്ഥാനത്തേക്ക് പോകുന്നത്. വളരെ അഭിമാനമുണ്ട് തീർച്ചയായിട്ടും. ഇതാണ് ഒരു സ്കൂളിൻ്റെ ഏറ്റവും വലിയ നേട്ടം എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ മക്കളൊക്കെ നല്ല റിഹേഴ്സലൊക്കെയാണ്. അപ്പോൾ അവരെ റിഹേഴ്സലൊക്കെ നടക്കട്ടെ അല്ലേ? നമുക്കിനി ഒരുപാട് വിശേഷങ്ങൾ നമുക്കറിയാം. അപ്പോൾ നമ്മളിപ്പോൾ മനോഹരമായിട്ടുള്ള ഒരു സ്റ്റാഫ് റൂമിലാണുള്ളത്. അതെ, തീർച്ചയായും. കസാരകളൊക്കെ വല്ലാണ്ട് ഒഴിഞ്ഞു കിടക്കുകയാണല്ലോ ടീച്ചറെ? എല്ലാവരും ക്ലാസ് റൂമിലാണ്. പിന്നെ 2-3 പേര് കുട്ടികളെ പരിശീലിപ്പിക്കാൻ വേണ്ടിയിട്ട് മാറിയിരിക്കുകയാണ്. എനിക്ക് ആകെപ്പാടെ 30 അധ്യാപകരാണുള്ളത്. 30 അധ്യാപകരും കർമ്മനിരതരായി ഇരിക്കുന്നതിൻ്റെ ലക്ഷണമാണ് സ്റ്റാഫ് റൂം ഒഴിഞ്ഞു കിടക്കുന്നത്. അതെ. അപ്പോൾ വളരെ മനോഹരമായിട്ടാണ് എല്ലാ അധ്യാപകരും സപ്പോർട്ട് ചെയ്യുന്നത്. തീർച്ചയായിട്ടും ഞാൻ പറഞ്ഞില്ലേ, എൻ്റെ വിജയമെന്ന് പറയുന്നത് തീർച്ചയായിട്ടും സെൻറ്റ് മേരീസ് ടീമിൻ്റെ വിജയമാണ്.
എൻ്റെ അധ്യാപകരുടെ വിജയമാണ്. വിജയമാണ് തീർച്ചയായിട്ടും. അപ്പോൾ ഇവിടെ ടീച്ചർ ഇരിക്കുന്നുണ്ട്, നമുക്ക് അവരോട് ഒന്ന് തീർച്ചയായിട്ടും തീർച്ചയായിട്ടും തീർച്ചയായിട്ടും. ടീച്ചറെ, എൻ്റെ സ്റ്റാഫ് സെക്രട്ടറിയാണ്. എന്താ പേര്? ബീന. ബീന. ടീച്ചർ ഒരു നല്ല ടീച്ചറാണെന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. നല്ലൊരു അധ്യാപികയാണ്, നല്ലൊരു സഹപ്രവർത്തകയാണ്, ഒപ്പം നല്ലൊരു അതോറിറ്റി, നല്ലൊരു അഡ്മിനിസ്ട്രേറ്ററാണ് ടീച്ചർ. ടീച്ചറിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ സ്കൂളിൽ ഏകദേശം ഒരു 670ഓളം കുട്ടികൾ പഠിക്കുന്നുണ്ട്. ഓരോ കുട്ടികളെയും ടീച്ചർ വ്യക്തിപരമായി മനസ്സിലാക്കുന്നു. അവരുടെ നന്മകൾ, അവരുടെ കുറവുകൾ, ഓരോ സോഷ്യൽ ബാക്ക്ഗ്രൗണ്ട്, എക്കണോമിക് ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വരുന്ന ഓരോ കുട്ടികളെ കൃത്യമായി മനസ്സിലാക്കി, നന്മകൾ മനസ്സിലാക്കി, കുറവുകൾ മനസ്സിലാക്കി, അവരെ ചേർത്ത് നിർത്തി, അവരെ പരിഗണിച്ച് ഒന്നിച്ച് മുന്നോട്ട് കൊണ്ടുപോകുന്നു. ഒപ്പം അധ്യാപകരെ. അതുതന്നെയാണ് ടീച്ചറിൻ്റെ വിജയം. അപ്പോൾ എല്ലാ അധ്യാപകരും വളരെ നല്ല രീതിയിൽ ജഡ്ജി എന്നൊക്കെയാണ് നേരത്തെ സംസാരിച്ചപ്പോൾ പറഞ്ഞത്. കാരണം അത്രയും കർക്കശമായിട്ടും അത്രയും നല്ല നിലപാടുകൾ എടുക്കുന്ന ഒരാളെന്നൊക്കെയാണ് പറഞ്ഞത്. സത്യമാണ്. തീർച്ചയായിട്ടും ചില കാര്യങ്ങളിൽ നമ്മൾ കർക്കശമായ നിലപാടുകൾ എടുക്കണം. എന്നിട്ട് കർക്കശമായ നിലപാടുകൾ എടുക്കുന്നതിനൊപ്പം തന്നെ അത് കഴിഞ്ഞിട്ട് അവരെ പറഞ്ഞ് ഞാൻ മനസ്സിലാക്കും എന്തുകൊണ്ടാണ് ഒരു കർക്കശമായ നിലപാട് എടുത്തതെന്ന് മനസ്സിലാക്കി കഴിയുമ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ കാർക്കശ്യത്തോട് അവർ ചേർന്ന് നിന്ന് പ്രവർത്തിക്കും. ക്ലാസ് റൂമുകളിലേക്ക് ഒന്ന് പോയാൽ എൻ്റെ മുമ്പിൽ നിൽക്കുന്ന എന്താണെന്ന് നിങ്ങൾക്കറിയാം. നിങ്ങൾക്ക് ഈ വർഷത്തെ പരീക്ഷ കഴിഞ്ഞപ്പോൾ എല്ലാവർക്കും പ്രോഗ്രസ് റിപ്പോർട്ടുകളെല്ലാം കിട്ടിയല്ലേ? കിട്ടി. അതിൻ്റെ വിജയവും പരാജയവും നമുക്ക് അനലൈസ് ചെയ്യേണ്ടതായിട്ടുണ്ട്. നിങ്ങളുടെ മാർക്കുകൾ നോക്കിയിട്ട് നിങ്ങൾ തന്നെ നിങ്ങളെ വിലയിരുത്തുക. ഞാൻ എവിടെയാണ് തിരുത്തേണ്ടത്, എവിടെയാണ് ഞാൻ മാറേണ്ടത് എന്നതിനെക്കുറിച്ച് വളരെ വ്യക്തമായ തീരുമാനങ്ങൾ എടുക്കുക നിങ്ങൾ. ഞങ്ങൾ നമ്മുടെ എടൂർ സ്കൂളിലൂടെയുള്ള യാത്ര, നമ്മുടെ പ്രിൻസിപ്പാളിൻ്റെ കൂടെയുള്ള യാത്രയിൽ ഇപ്പോൾ +1 പഠിക്കുന്ന ഒരു മോൻ ഇപ്പോൾ നമ്മോടൊപ്പം ചേരുന്നുണ്ട്. എന്താ മോൻ്റെ പേര്? അഭിഷേക്. എന്താണ് നമ്മുടെ ടീച്ചർ പ്രിൻസിപ്പാളിനെ കുറിച്ച് മോന് പറയാറുണ്ട്? വന്ന സമയത്ത് സീനിയേഴ്സൊക്കെ കുറേ പറഞ്ഞായിരുന്നു. അത് വെച്ച് നോക്കിയപ്പോൾ പേടിയായിരുന്നു ആദ്യം. പിന്നെ ഇടയ്ക്കൊക്കെ വഴക്ക് പറയുന്നുള്ളൂ. പക്ഷേ സപ്പോർട്ട് ചെയ്യുന്നവരും സപ്പോർട്ട് ചെയ്യും. അല്ലാതെ വഴക്ക് പറഞ്ഞെടുത്ത് വഴക്കും പറയും. വെറുതെ പറയില്ല. അപ്പോൾ എല്ലാവരോടും വളരെ ഇഷ്ടമാണ് അല്ലേ? അങ്ങാടിക്കടവ് സേക്രഡ് ഹാർട്ട് ഹയർ സെക്കൻഡറി സ്കൂളിലായിരുന്നപ്പോൾ നാടകത്തിന് ഫസ്റ്റ് അവിടെയായിരുന്നു, ആ സ്കൂളിനായിരുന്നു. അതിനുശേഷം 2020 ഞാൻ എടൂർ സ്കൂളിലേക്ക് മാറി. 2 വർഷം കൊറോണ കാലത്ത് കലോത്സവങ്ങളൊന്നും ഇല്ലായിരുന്നു. പിന്നെ കലോത്സവം സ്റ്റാർട്ട് ചെയ്തത് 2022 മുതലാണ്. ആ 2022 മുതൽ നമ്മളുടെ പ്രഗത്ഭനായ സംവിധായകൻ ജിനോ ജോസഫിൻ്റെ നേതൃത്വത്തിൽ നമ്മുടെ സ്കൂളിൽ നിന്ന് പോകുന്ന നാടകത്തിനാണ് കണ്ണൂർ ജില്ലയിൽ 1ാം സ്ഥാനം കിട്ടി സംസ്ഥാന തലത്തിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നത്. ഈ വർഷം അതായത് സ്കിറ്റും മലയാളം നാടകം മാത്രമല്ല ഇംഗ്ലീഷ് നാടകവും സ്കിറ്റും നമ്മുടെ സ്കൂളിലെ തന്നെ കുട്ടികളാണ് ഏറ്റവും നല്ലൊരു പെർഫോമൻസ് കാഴ്ചവെച്ച് സംസ്ഥാനത്തേക്ക് പങ്കെടുക്കാറുള്ളത് കണ്ണൂർ ജില്ലയിൽ നിന്നും. ടീച്ചറിനെ എനിക്ക് 2002 മുതൽ ഞങ്ങൾ ജൂലൈ തൊട്ടാണ് ടീച്ചർ വെളിമാന സെൻറ്റ് സെബാസ്റ്റ്യൻ ഹയർ സെക്കൻഡറിയിലേക്ക് വന്നത്. അന്ന് തൊട്ടുള്ള പരിചയമാണ്. അപ്പം 10-23 വർഷത്തെ പരിചയമുണ്ട്. ടീച്ചർ എല്ലാ കാര്യങ്ങളും ഏർപ്പെടുന്ന എല്ലാ കാര്യങ്ങളെന്ന് പറഞ്ഞാൽ ടീച്ചർ സബ് ജില്ലാ കലോത്സവം 2 പ്രാവശ്യം കൺവീനറായിരുന്നു. അതൊക്കെ വളരെ വിജയകരമായി പൂർത്തീകരിക്കാൻ ടീച്ചറെ കൊണ്ട് കഴിഞ്ഞിട്ടുണ്ട്. അതുകൂടാതെ ശാസ്ത്രമേളകളിൽ സയൻസ് ഫെയറിൽ വെളിമാനത്തായിരുന്നപ്പോഴും അങ്ങാടിക്കടവിലായിരുന്നപ്പോഴും എടൂരായിരുന്നപ്പോഴും ടീച്ചർ സയൻസ് ഫെയറിൽ പിള്ളേരെ കൊണ്ടുപോവുകയും സ്റ്റേറ്റ് ലെവലിൽ മാക്സിമം ഈ കൊല്ലമാണെങ്കിൽ സയൻസിന് ജില്ലയിൽ 3rd പൊസിഷനാണുള്ളത്. സബ് ജില്ലയിൽ എല്ലാ കൊല്ലം തന്നെ ഫസ്റ്റ് പ്രൈസ് നേടാൻ സാധിച്ചിട്ടുണ്ട്. കൂടാതെ ടീച്ചറിൻ്റെ അക്കാദമിക്കും നോൺ അക്കാദമിക്കായിട്ടുള്ള എല്ലാ കാര്യങ്ങളിലും ടീച്ചർക്ക് കംപ്ലീറ്റ് ആയിട്ട് പൂർത്തീകരിക്കാൻ സാധിച്ചിട്ടുണ്ട്. എല്ലാ മേഖലകളിലും ഡിസിപ്ലിൻ്റെ കാര്യമായാലും സ്കൂളിൻ്റെ ഏത് കാര്യമായാലും നല്ല രീതിയിൽ പൂർത്തീകരിക്കാൻ ടീച്ചറെ കൊണ്ട് കഴിഞ്ഞിട്ടുണ്ട്. ടീച്ചർക്ക് ടോട്ടൽ 1999 ടീച്ചർ സർവീസ് കയറിയെങ്കിലും ഈ 27 വർഷമായിട്ടുണ്ട്. അപ്പോൾ ഈ 27 വർഷം പൂർത്തിയാക്കുമ്പോൾ ടീച്ചർക്ക് പുറകോട്ട് തിരിഞ്ഞു നോക്കുമ്പോൾ എപ്പോഴും ഹാപ്പി ആയിട്ടിരിക്കാനുള്ള അവസരങ്ങളാണ് ടീച്ചർക്ക് കിട്ടിയിരിക്കുന്നത്. ലയ മരിയ ബെന്നി. നമ്മുടെ ടീച്ചർ പ്രിൻസിപ്പാൾ എങ്ങനെയുണ്ടായിരുന്നു നിങ്ങളോടൊക്കെയുള്ള ഒരു? എപ്പോഴും ഭയങ്കര അച്ചടക്കം, കാർക്കശ്യത്തോടെ അച്ചടക്കം വേണമെന്ന് നിർദ്ദേശിക്കുന്ന ഒരാളാണ്. പക്ഷേ എന്നാൽ മുൻപിലൂടെ വരുന്ന ഓരോ കുട്ടികളിലും
സ്നേഹം കൊടുക്കുകയും അതോടൊപ്പം അവരുടെ കഴിവുകൾ എന്താണ്, അവരെങ്ങനെയുള്ളവരാണെന്നൊക്കെ തിരിച്ചറിയുകയും അതിനനുസരിച്ച് അവരെ വളരാൻ അനുവദിക്കുകയും ചെയ്യുന്ന ഒരാളായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. പിന്നെന്താണ്, നമ്മുടെ പ്രിയപ്പെട്ട ലിൻസി ടീച്ചർ സെൻറ്റ് മേരീസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നിന്ന് പടിയിറങ്ങുമ്പോൾ ഒരിക്കലും ലിൻസി ടീച്ചർ നമ്മുടെ ഓരോരുത്തരുടെയും ഹൃദയങ്ങളിൽ നിന്നും പടിയിറങ്ങുന്നില്ല. ലിൻസി ടീച്ചർ നമ്മുടെ സ്കൂളിന് വേണ്ടി ചെയ്ത ഓരോ സേവനങ്ങളും എന്നും അനുസ്മരിക്കപ്പെടുമെന്നാണ് തോന്നിയിട്ടുള്ളത്. ടീച്ചർ അധ്യാപകരെയും അനധ്യാപകരെയും ഒരുപോലെ ചേർത്ത് നിർത്തുകയും കുട്ടികളെ പാഠ്യേതര മേഖലകളിൽ വളരുവാൻ വേണ്ടിയിട്ട് പ്രയത്നിക്കുകയും ചെയ്യുന്നു. അത് കാരണം സ്കൂളിന് വേണ്ടിയിട്ടും ടീച്ചറിനുമൊക്കെ ഒരുപാട് അവാർഡുകൾ തേടി വന്നിട്ടുണ്ട്. ഇതൊക്കെ ഞങ്ങൾക്കൊരു സ്വകാര്യ അഹങ്കാരമാണ്. ടീച്ചർ എന്ന് പറയുന്നത് സെൻറ്റ് മേരീസ് ഹയർ സെക്കൻഡറി സ്കൂളിൻ്റെ പ്രിൻസിപ്പളായിട്ട് ലിൻസി ടീച്ചറിനെ കിട്ടിയെന്നുള്ളത് നമുക്കെല്ലാവർക്കും അഭിമാനിക്കാൻ കഴിയുന്ന ഒരു കാര്യമാണ്. ടീച്ചറിൻ്റെ വിശ്രമ ജീവിതം ഉറപ്പായിട്ടും സന്തോഷകരമായിരിക്കും. കാരണം ദൈവം ടീച്ചറിനെ ഏൽപ്പിച്ചിട്ടുള്ള കർത്തവ്യം ടീച്ചർ കൃത്യമായിട്ട് നിർവഹിച്ചിട്ടുണ്ട്. കുട്ടികളെ മനസ്സിലാക്കി, കുട്ടികളെ പഠിപ്പിച്ച്, കുട്ടികളോടൊപ്പം നടന്ന ഒരു ടീച്ചറായിരുന്നു ലിൻസി ടീച്ചർ. ലിൻസി ടീച്ചറിൻ്റെ റിട്ടയർമെൻ്റ് ആണ് ഈ വർഷം. നമ്മുടെ സ്കൂളിൻ്റെ ഒരു മുഖച്ഛായ തന്നെ മാറ്റിയ ഒരു പ്രിൻസിപ്പളായിട്ടാണ് 2020 വന്നാണ്. അപ്പം കൊറോണ ടൈമായിരുന്നു ആദ്യത്തെ സമയങ്ങളിൽ. പക്ഷെ കൊറോണ ടൈമിലായിരുന്നെങ്കിലും എല്ലാ ദിവസവും തന്നെ സ്കൂളിൽ പ്രസൻ്റ് ആയിരുന്നു ഞങ്ങൾ രണ്ടുപേരും. അപ്പം ടീച്ചിങ്ങിനോടൊപ്പം HITCയുടെ ജോലി ചെയ്യുന്നതുകൊണ്ട് ഓഫീസിലെ ജോലികൾ ചെയ്യാറുണ്ട്. ഏറ്റവും നല്ല മികച്ചൊരു പ്രിൻസിപ്പളായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ടീച്ചറെ, നമ്മൾ യാത്ര തുടങ്ങിയെടുത്ത് തന്നെ നമ്മൾ തിരിച്ചെത്തി. എല്ലാം ചോദിച്ചു, കുടുംബത്തെക്കുറിച്ച് മാത്രം ചോദിച്ചില്ല. എങ്ങനെ നമ്മുടെ കുടുംബം? എൻ്റെ പേരൻസ് മാവേലിക്കരയാണ്. എൻ്റെ അമ്മ 91 ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പളായിട്ട് റിട്ടയർ ചെയ്ത വ്യക്തിയാണ്. അമ്മ ഇപ്പോൾ ഇല്ല, ജീവിച്ചിരിക്കുന്നില്ല. പിന്നെ ഫാദറാണുള്ളത്. 3 പെൺമക്കളാണ് ഞങ്ങൾ. അതിലേറ്റവും മൂത്ത ആളാണ് ഞാൻ. കല്യാണം കഴിച്ചു കൊണ്ടുവന്നത് അങ്ങാടിക്കടവ് പ്ലാക്കിയിൽ കുടുംബത്തിലേക്കാണ്. അവിടുത്തെ 2ാമത്തെ മകൻ്റെ ഭാര്യയാണ് ഞാൻ. അദ്ദേഹം ദുബായിൽ ബിസിനസ്മാൻ ആയിരുന്നു. പക്ഷേ അദ്ദേഹവും ഇപ്പോൾ ജീവിച്ചിരിപ്പില്ല. എനിക്കൊരു മകനേ ഉള്ളൂ. മകൻ ഡോക്ടറാണ്. അവനിപ്പം ബാംഗ്ലൂർ RRMCയിൽ രാജരാജേശ്വരി മെഡിക്കൽ കോളേജിൽ പഠിപ്പിക്കുകയാണ്. നമ്മളെല്ലാവരും എപ്പോഴും പറയുന്നതാണ് ഭാവി വാഗ്ദാനങ്ങളാണ് നമ്മുടെ കുട്ടികളെന്നുള്ളത്. അപ്പോൾ പുതുതലമുറയോട് പറയുന്നതിനേക്കാൾ ഉപരി എനിക്ക് അവരുടെ മാതാപിതാക്കളോടാണ് പറയാനുള്ളത്. മാതാപിതാക്കൾ എന്താണോ ചെറുപ്പത്തിൽ കുട്ടികൾക്ക് കൊടുക്കുന്ന ട്രെയിനിങ്, പലപ്പോഴും മാതാപിതാക്കൾ പറയും ഞങ്ങൾക്ക് കിട്ടാത്ത കാര്യങ്ങൾ മക്കൾക്ക് കിട്ടണമെന്ന്. അതൊരിക്കലും ശരിയായിട്ടുള്ള കാര്യമല്ല. കുട്ടികളെ തെറ്റും ശരിയും നന്മയും തിന്മയും ചെറുപ്പത്തിൽ തന്നെ പറഞ്ഞു കൊടുത്ത് മുൻപോട്ട് കൊണ്ടുപോയെങ്കിൽ മാത്രമേ ഒരു 15-16 വയസ്സാകുമ്പോഴും അവർ ആ നല്ല സ്വഭാവത്തിനുടമകളായിട്ട് അവരുടെ ജീവിത ലക്ഷ്യത്തിന് വേണ്ടി മുൻപോട്ട് പോവുകയുള്ളൂ. അപ്പോൾ അതുകൊണ്ട് മാതാപിതാക്കൾ കുട്ടികളെ വളരെയധികം ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഞാൻ 10-700 കുട്ടികൾ പഠിക്കുന്ന ഈ സ്കൂളിൽ ഓരോ ദിവസവും ഒരു 10-20 കുട്ടികളെ കൗൺസിൽ ചെയ്യുകയാണ്. അവരുടെ സങ്കടങ്ങൾ ഞാൻ കേൾക്കുകയാണ്. അതുകൊണ്ടാണ് ഞാൻ മാതാപിതാക്കളോട് പറയുന്നത്, മാതാപിതാക്കൾ കുട്ടികളെ ചേർത്ത് പിടിക്കുക. ചെറിയ പ്രായത്തിൽ മാത്രമല്ല, വലുതാകുമ്പോഴും അവർക്ക് അവരുടെ സങ്കടങ്ങളുണ്ട്, സന്തോഷങ്ങളുണ്ട്. അത് മനസ്സിലാക്കാൻ മാതാപിതാക്കൾ തയ്യാറാകണം. പിന്നെ കുട്ടികളോട് എനിക്ക് പറയാനുള്ളത്, സാഹചര്യങ്ങൾ എന്തുമായിക്കോട്ടെ, ചിലപ്പോൾ അത് പ്രതികൂല സാഹചര്യമായിരിക്കാം, അനുകൂല സാഹചര്യമായിരിക്കാം, പക്ഷേ അവിടെ മുൻപോട്ട് പോകേണ്ടത്, മാനസികമായി മുൻപോട്ട് പോകാൻ തയ്യാറെടുക്കേണ്ടത് കുട്ടികൾ തന്നെയാണ്. അവനവൻ്റെ ശത്രു അവനവൻ തന്നെയാണ്. അപ്പോൾ അവനവൻ്റെ മനസ്സിനെ ഒരു ലക്ഷ്യം വെച്ചുകൊണ്ട്, ലക്ഷ്യത്തിലേക്ക് നോക്കിക്കൊണ്ട് അവനവൻ്റെ പ്രവർത്തനങ്ങൾ ഏറ്റവും ഭംഗിയായിട്ട് ഉത്തരവാദിത്വത്തോടു കൂടി ചെയ്യാൻ തയ്യാറാകുന്ന ഒരു കുട്ടി പോലും ഈ ഭൂമിയിൽ പരാജയപ്പെടുന്നില്ല. ശ്രീവേഷ്കർ ഭായി പറഞ്ഞതുപോലെ സന്തോഷം ആണുള്ളത്, ദുഃഖമൊന്നുമില്ല. എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ധീര വനിതയാണ് ലിൻസി പി സാം. നമ്മൾ ഹയർ സെക്കൻഡറി സ്കൂളുകളിലെ ഒരുപാട് പ്രിൻസിപ്പൽമാരെ കണ്ടിട്ടുണ്ട്, എല്ലാവർക്കും ആവുകയും ചെയ്യാം. പക്ഷേ ഇതൊരു ധീര വനിതയാണ്. ആൾ കമ്മിറ്റഡാണ് എല്ലാ സ്ഥലത്തും. ഇപ്പോൾ അങ്ങാടിക്കടവിൽ വെച്ച് എനിക്ക് പരിചയം ഉണ്ടായിരുന്നു. എടൂർ വന്നപ്പോൾ എടൂർ വന്നപ്പോൾ 2 വർഷം മുമ്പാണ് ഞാനിവിടെ PTA പ്രസിഡൻ്റായിട്ട് ടീച്ചറോടൊപ്പം പ്രവർത്തിച്ചത് ഉണ്ടായിരുന്നത്. പക്ഷേ ഒരു ജഡ്ജിയെ പോലെയാണ് പ്രവർത്തിക്കുന്നത് ടീച്ചർ. ഏത് കാര്യത്തിലും ഒരു കലോത്സവ നഗരിയിൽ നമ്മൾ ചെന്ന് കഴിഞ്ഞാൽ ടീച്ചർ പറയുമോ ഇത് നമുക്ക് കിട്ടാൻ സാധ്യതയില്ല. അത് ജഡ്ജസ് മാർക്കിടുന്ന അതേ രീതിയിൽ ടീച്ചർ മാർക്കിടും. അതുപോലെ തന്നെ ടീച്ചർ ഞാനുണ്ടായിരുന്ന കാലഘട്ടത്തിൽ എല്ലാവരും ഒരേപോലെ, പേരൻസിനെ, അധ്യാപകരെ, കുട്ടികളെ ഒരേപോലെ മെയിൻറ്റെയിൻ ചെയ്യാൻ ടീച്ചറിന് അറിയാം. അപ്പോൾ ടീച്ചർ ഇവിടുന്ന് റിട്ടയർഡായിട്ട് ഇറങ്ങുമ്പോൾ ഞങ്ങൾ കാത്തിരിക്കുകയാണ് പുറത്ത്.
ടീച്ചറുടെ ഒരു ഉപരിപഠനം കഴിഞ്ഞ് ടീച്ചർ പുറത്തേക്ക് വരികയാണ്. ടീച്ചറെ നമ്മൾ പൊതുമേഖലയിൽ പല സ്ഥലങ്ങളിലും പ്രതീക്ഷിക്കുന്നുണ്ട്. ടീച്ചറെ പ്രിൻസിപ്പൽമാർക്ക് ക്ലാസ് എടുക്കാനും ടീച്ചേഴ്സിന് ക്ലാസ് എടുക്കാനും ഒക്കെ ആയിട്ട്. അതിപ്പോൾ ടീച്ചറുടെ ഇവിടെ എനിക്ക് തോന്നുന്നു തുടങ്ങാൻ പോകുകയെന്ന് എനിക്ക് പറയാനുള്ളത്. അതുകൊണ്ട് സന്തോഷമാണ്. ശ്രീവേഷ്കർ ഭായി പറഞ്ഞതുപോലെ ദുഃഖമില്ല, സന്തോഷമാണ്. നല്ല നമുക്ക് ഇതുപോലെ പറയാം, ഒരു ധീര വനിത തന്നെയാണ് ലിൻസി പി സാം. അത് നമ്മൾ എക്കാലത്തും നമ്മൾ കണ്ടിട്ടുണ്ട് പ്രവർത്തനം, ഇപ്പോഴും കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഞാൻ പല സ്കൂളുകളിലും PTA പ്രസിഡൻ്റായിട്ട് ഇരുന്നിട്ടുണ്ട്. പക്ഷേ ഇത് ടീച്ചർ ഇവിടെ എടൂര് ചെയ്യുന്ന പ്രവർത്തനങ്ങൾ എല്ലാ മേഖലയിലും 1-ാം നമ്പർ. അതായത് എനിക്ക് തോന്നുന്നു KCBCയുടെ വരെ അവാർഡ് ടീച്ചറിന് കിട്ടി. അത് കേരളത്തിലെ ഏറ്റവും മികച്ച പ്രിൻസിപ്പളിനുള്ള അവാർഡ് അത് ടീച്ചറിന് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അത് നമ്മൾ വിലയിരുത്തുമ്പോൾ അതെല്ലാം നോക്കിയിട്ടല്ലേ ചെയ്യുക. നല്ല എനിക്ക് ഒരു കുറവും എല്ലാവരെയും നല്ല ക്ഷമാശീല, നല്ല ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം കൃത്യതയോടെ എല്ലാ കാര്യങ്ങളിലും സ്പോർട്സിലായാലും ആർട്സിലായാലും അതുപോലെ തന്നെ ഈ ഇത് പഠന കാര്യങ്ങളിൽ ഏറ്റവും മുന്നിൽ തന്നെ കലയിലും എല്ലാം ടീച്ചറിന് അറിവുണ്ട്. അതിൻ്റെ ഒരു പ്രത്യേകത നമുക്ക് എല്ലാ മേഖലയും ടീച്ചർ ഇരിക്കുന്നിടത്ത് കാണാൻ സാധിച്ചിട്ടുണ്ട്. തീർച്ചയായും നല്ല അനുഭവങ്ങൾ മാത്രമാണ് PTA ഭാഗത്തുനിന്ന് പറയാനുള്ളത്. 2024-25 അധ്യയന വർഷം PTA എക്സിക്യൂട്ടീവിൻ്റെ ഭാഗമായി ടീച്ചറോടൊപ്പം പ്രവർത്തിക്കാൻ സാധിച്ചു. അന്ന് PTA പ്രസിഡൻ്റായിട്ടായിരുന്നു പ്രവർത്തിച്ചത്. തീർച്ചയായും ഒരുപാട് നല്ല അനുഭവങ്ങൾ മാത്രമാണ് ടീച്ചറുമായിട്ടുള്ളത്. അതായത് എനിക്ക് പങ്കുവെക്കാനുള്ളത് എല്ലാവരുമായും ചേർത്ത് നിർത്തിക്കൊണ്ട് നിശ്ചയദാർഢ്യത്തോടുകൂടി ഒരു അധ്യയന വർഷം ആരംഭിക്കുമ്പോൾ നിശ്ചയദാർഢ്യത്തോടുകൂടി കൃത്യമായി പ്ലാൻ ചെയ്തുകൊണ്ട് എല്ലാവരെയും ചേർത്ത് നിർത്തിക്കൊണ്ട് കാര്യങ്ങളെ ഏകോപിപ്പിക്കുന്ന ഒരു രീതിയായിരുന്നു ടീച്ചർ പിന്തുടർന്നിട്ടുണ്ട്. വ്യക്തിപ്രഭാവം അല്ലെങ്കിൽ ഒരു മുദ്ര പതിപ്പിച്ചിട്ട് തന്നെയാണ് ഇവിടുന്ന് കടന്നു പോകുന്നത്. ഇതൊരു സ്കൂൾ ആണെന്ന് പറയുന്നതിൽ അപ്പുറം കുട്ടികളും പേരൻസും ടീച്ചേഴ്സും അടങ്ങുന്ന ഒരു കുടുംബത്തിനെ, ഒരു കൂട്ടായ്മയെ നിലനിർത്തിക്കൊണ്ട് പോകാനായിട്ട് ടീച്ചർ എടുത്ത എഫേർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കത് വിവരിക്കാൻ പറ്റില്ല. അത് ഞങ്ങൾ അനുഭവിച്ചവർക്ക് മാത്രം കൈമുതലായിട്ട് ഞങ്ങൾക്ക് കിട്ടിയ ഒരു സംഭവമാണത്. അതിനെ ഞങ്ങൾ മാറോട് ചേർത്ത് എന്ന് പറഞ്ഞാൽ ചേർത്തണച്ച് ടീച്ചറിനെ ഒരിക്കലും ഞങ്ങൾ ജീവിതത്തിലൊരിക്കലും ഇവിടുന്ന് കടന്നുപോയ കുട്ടികൾക്കാണെങ്കിൽ പോലും ഞങ്ങൾ പേരൻസിനല്ല, ഞാനിവിടെ ഒരു 3 വർഷം മുന്നേ എൻ്റെ മോൻ്റെ സമയത്തും PTA ആയിട്ടിരുന്നാണ്. അന്ന് എൻ്റെ കഴിവും എന്നുവെച്ചാൽ എനിക്ക് പ്രവർത്തിക്കാൻ ഒരവസരം ടീച്ചർ തന്നു. പക്ഷേ ആ പ്രവർത്തനം എനിക്ക് കാഴ്ചവെക്കാൻ പറ്റിയത് ഒരു അടിത്തറ പണിത് ടീച്ചർ വെച്ചിരുന്നു. എനിക്കവിടെ ജസ്റ്റ് പ്രവർത്തിച്ചാൽ മാത്രം മതിയായിരുന്നു. എങ്ങനെ ആയിരിക്കണമെന്നൊരു പ്രിൻസിപ്പാൾ എങ്ങനെ ആയിരിക്കണമെന്ന് ഞങ്ങളെ കാണിച്ചു തന്നു. പ്രിൻസിപ്പാളിനപ്പുറം ഒരു ടീച്ചർ, നല്ലൊരമ്മ. കുട്ടികൾക്ക് നമ്മൾ ഓർക്കും എപ്പോഴും ഈ ടീച്ചർ കുട്ടികളെ ശരിക്കും ശാസിക്കാൻ മാത്രമാണോ എന്ന് നമ്മൾ ചിന്തിക്കും. പക്ഷേ അതിനപ്പുറം ഞാൻ പലപ്പോഴും കണ്ടിട്ടുണ്ട്, ഒരു വയ്യായിക വന്നാൽ ഒരു കുട്ടീനെ വിളിച്ച് എന്താണ് അവൾക്ക് ആവശ്യമെന്ന് ഒരു അമ്മ സഹജമായ വാത്സല്യത്തോടെ ചേർത്തണയ്ക്കുന്ന അനുഭവം പലപ്പോഴും എനിക്ക് നേരിട്ട് കാണാനുള്ള ഭാഗ്യം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ടീച്ചറിലെ ആ ദേഷ്യപ്പെടുന്ന ആ സ്വഭാവം, അതിൻ്റെ പിന്നിൽ ഒരു സ്നേഹം ഒളിപ്പിച്ച് വെച്ചുകൊണ്ടാണെന്ന് തന്നെ എനിക്ക് പറയാൻ പറ്റുള്ളൂ. ടീച്ചറിനെ കുറിച്ച് പറയാൻ എനിക്ക് ഇതൊന്നും പോരാ. നിങ്ങൾ എനിക്ക് തരുന്ന ഈ 30 സെക്കൻഡോ അല്ലെ 1 മിനിറ്റോ ഒന്നും പോരാ. എനിക്ക് പറഞ്ഞാലും തീരില്ല. അതൊരിക്കലും എന്നാ പറയണേ, ഇങ്ങനെയൊരു ഇൻ്റർവ്യൂ എനിക്ക് തന്നുകൊണ്ടല്ല, ഇങ്ങനെയൊരു സമയം തന്നതുകൊണ്ട് ടീച്ചറിനെ ഒരു ഇച്ചിരി പൊക്കി പറഞ്ഞേക്കാം എന്നുള്ള ഇതുകൊണ്ടല്ല, അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ എൻ്റെ ഉള്ളിൽ നിന്ന് വന്ന വാക്കുകളാണ്. അതുപോലെ 2 വർഷമാണ് ടീച്ചറിൻ്റെ കൂടെ എനിക്ക് പ്രവർത്തിക്കാൻ സാധിച്ചെന്ന് പറഞ്ഞാൽ 2 വർഷം ഞാൻ PTA പ്രസിഡൻ്റായിട്ട് നിന്നു. അതുകൊണ്ട് എനിക്ക് പൂർണ്ണ സംതൃപ്തിയുള്ള ഒരു പ്രിൻസിപ്പാൾ എന്ന് പറയുകയാണെങ്കിൽ ലിൻസി ടീച്ചറിൻ്റെ പേര് ഞാൻ പറയും. കാരണം ഞാൻ കുറച്ച് വർഷം എന്ന് പറഞ്ഞാൽ ഞാൻ ഈ സ്കൂളിൽ പഠിച്ചതാണ്. അതുപോലെ എൻ്റെ 2 പിള്ളേർ ഇവിടുന്നാണ് +2 കഴിഞ്ഞ് പോയത്. ടീച്ചർ പിള്ളേരെ ചേർത്ത് മുതൽ പ്രസിഡൻ്റായിട്ട് ഞാൻ ഉണ്ടായിരുന്നു. അതുകൊണ്ട് എല്ലാ പ്രിൻസിപ്പാളുമാരെയും അധ്യാപകന്മാരെയും എനിക്ക് വ്യക്തമായിട്ട് അറിയാം. അതിൽ ടീച്ചറിൻ്റെ പേര് ഞാൻ ഒരിക്കലും മറക്കുകയില്ല. ടീച്ചർ നമ്മുടെ സ്കൂളിന് വേണ്ടി ചെയ്ത കാര്യങ്ങളെ എനിക്ക് ഒരിക്കലും മറക്കാനും പറ്റത്തില്ല. അതുപോലെ തന്നെ ടീച്ചർ പോകുന്നത് ഈ സ്കൂളിനെ സംബന്ധിച്ച് വലിയൊരു നഷ്ടമായിരിക്കും. തീർച്ചയായിട്ടും ഞങ്ങൾക്ക് വളരെ സങ്കടമാണ്. പക്ഷേ ഇത് അനിവാര്യമായതുകൊണ്ട് ഇതിലേക്ക് നമ്മൾ കൂടുതലായിട്ട് ചിന്തിക്കുന്നില്ല. പക്ഷേ നമുക്ക് ഈ സെൻറ്റ് മേരീസ് ഹയർ സെക്കൻഡറി സ്കൂളിന് നല്ലൊരു ദിശാബോധം കൊടുക്കുന്നതിന് ടീച്ചറിന് സാധിച്ചു. എല്ലാ അർത്ഥത്തിലും, അതായത് സ്പോർട്സ്, ആർട്സ്, പിന്നെ വിദ്യാർത്ഥികളുടെ ലക്ഷ്യബോധം, സമയബന്ധിതമായിട്ട് അധ്യാപകർ പഠിപ്പിക്കുന്ന വിഷയങ്ങൾ പഠിക്കുന്നതിലും കൃത്യമായിട്ട് ക്ലാസ് ടെസ്റ്റുകളും ഗവൺമെൻറ് നിശ്ചയിക്കുന്ന ടെസ്റ്റുകളെല്ലാം കൃത്യമായിട്ട് നടത്തി പിള്ളേർക്ക് നല്ലൊരു ഭാവി ഉണ്ടാക്കി കൊടുക്കുന്നതിന് ഈ കണ്ണൂർ ജില്ലയിൽ തന്നെ ഇത്ര പ്രഗത്ഭയായ ഒരു അധ്യാപിക ഉണ്ടെന്ന് ഞങ്ങൾക്ക് തോന്നുന്നില്ല. വളരെ ഈ എടൂർ ഹയർ സെക്കൻഡറിയെ സംബന്ധിച്ച് ടീച്ചറിനെ കുറിച്ച് ഞാൻ ചിന്തിക്കുമ്പോൾ എൻ്റെ ഓർമ്മയിലുള്ളത്, നമ്മളുടെ അതിരൂപതയിലെ കോർപ്പറേറ്റിലെ ആദ്യത്തെ
ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പളായിട്ട് വരുന്നത് ലിൻസി ടീച്ചറാണ്. ലിൻസി ടീച്ചർ നമ്മുടെ സ്കൂളിൽ വന്നതിന് ശേഷം ഈ സ്കൂളിന് എന്തെന്നില്ലാത്ത വലിയ മാറ്റങ്ങൾ, അല്ലെങ്കിൽ അത് മാറ്റങ്ങളെന്ന് ഞാൻ ഉദ്ദേശിച്ചത് പഠന നിലവാരത്തിലും അതുപോലെ സ്പോർട്സ് നിലവാരത്തിലും കലാ മത്സരങ്ങളിലും ശാസ്ത്ര മേഖലകളിലും എല്ലാം ടീച്ചറിൻ്റെ ആ ഒരു കയ്യൊപ്പ് എല്ലായിടത്തും പതിയുന്നുണ്ട് എന്നുള്ളത് വളരെ പ്രശംസനീയമാണ്. അത് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത് നമ്മുടെ ഈ സ്കൂളിലെ റിസൾട്ടൊക്കെ വന്നു കഴിയുമ്പോഴേക്കും ഈ കണ്ണൂർ ജില്ലയിലെ തന്നെ ഏറ്റവും കൂടുതൽ കുട്ടികളെ പരീക്ഷയ്ക്കിരുത്തി ഏറ്റവും കൂടുതൽ A+ഉം അതുപോലെ ഏറ്റവും കൂടുതൽ വിദ്യാർത്ഥികളെയും വിജയിപ്പിച്ചെടുക്കുന്ന ഒരു സ്കൂളാണ് ഈ മലയോരത്തെ തല ഉയർത്തി നിൽക്കുന്ന എടൂർ സെൻറ് മേരീസ് സ്കൂൾ എന്ന് എടുത്തു പറയുന്നതിൽ എനിക്ക് അഭിമാനമുണ്ട്. അതിൻ്റെ പിന്നിലുള്ള ചാലക ശക്തി എന്ന് പറയുന്നത് ടീച്ചറാണ്, പ്രിൻസിപ്പൽ ലിൻസി ടീച്ചറാണ്. ലിൻസി ടീച്ചറിനോടൊപ്പം അവിടുത്തെ അധ്യാപകരും ഒറ്റക്കെട്ടായിട്ട് ഒരുമയോടുകൂടി ഉണ്ട് എന്നുള്ളതാണ്. എല്ലാവരോടും സമഭാവനയോടെ എല്ലാവരെയും ചേർത്ത് നിർത്തി സ്കൂളിനെ നയിക്കുന്നു. എനിക്ക് ഏറ്റവും സന്തോഷമുള്ളത് ഈ സ്കൂള് വേണമെങ്കിൽ ഈ പ്രിൻസിപ്പളിനൊക്കെ വന്ന് ജോലി ചെയ്തിട്ട് അങ്ങ് പോകാം. പക്ഷെ അങ്ങനെയല്ല. ഈ സ്കൂള് ടീച്ചറിൻ്റെ സ്വന്തം സ്കൂൾ പോലെയും ഈ സ്കൂളിൽ പഠിക്കുന്ന കുട്ടികൾ ടീച്ചറിൻ്റെ സ്വന്തം കുട്ടികളെ പോലെയും ടീച്ചർ കാണുകയും അതുപോലെ അവരുടെ പേരൻസിനെ എല്ലാം പേഴ്സണലായിട്ട് കോണ്ടാക്റ്റുകളുമൊക്കെ ഉണ്ട്. ഈ സ്കൂളിൽ പഠിക്കുന്ന ഓരോ കുട്ടിയെക്കുറിച്ചും ടീച്ചറിനോട് ചോദിച്ചാൽ കൃത്യമായിട്ട് ടീച്ചർ വിവരങ്ങൾ നൽകും. അതുപോലെ ഓരോ കുട്ടിയുടെയും പേരൻസിനെ കുറിച്ച് ചോദിച്ചാൽ, ഓരോ കുട്ടികളുടെയും വീട് സാഹചര്യങ്ങളെക്കുറിച്ചൊക്കെ ചോദിച്ചാൽ കൃത്യമായിട്ടുണ്ട്. ടീച്ചർ എല്ലാ കുട്ടികളെയും അവരുടെ പേരൻസിനെയും ഒക്കെ അഡ്മിഷന് മുമ്പും അതോടനുബന്ധിച്ചുമൊക്കെ ആയിട്ട് കൗൺസിലിംഗ് നടത്താറുണ്ട് അഡ്മിഷൻ ടൈമിൽ. അങ്ങനെ കൗൺസിലിംഗ് നടത്തി നല്ല ഉപദേശങ്ങൾ കുഞ്ഞുങ്ങൾക്ക് നൽകിക്കൊണ്ട് നന്നായിട്ട് അവരെ പഠിപ്പിക്കുവാനായിട്ട് പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് പ്രേരണ നൽകിക്കൊണ്ട് അത് വേണമെങ്കിൽ സാമ്പത്തികമായിട്ടും കൈയഴിഞ്ഞ് സഹായിച്ചുകൊണ്ടൊക്കെയാണ് ടീച്ചർ സ്കൂളിനെ വളർത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പം എന്തുകൊണ്ടും ടീച്ചറിന് സമുചിതമായ പ്രൗഢഗംഭീരമായ ഒരു സദസ്സിൽ വെച്ച് ഞങ്ങൾ യാത്രയയപ്പ് നൽകണം എന്നാണ് ആഗ്രഹിക്കുന്നത്. അതിൻ്റെ പ്ലാനുകളെല്ലാം സജ്ജമായി കഴിഞ്ഞു. വിശിഷ്ട വ്യക്തിത്വങ്ങളെല്ലാം ക്ഷണിക്കപ്പെട്ട് കഴിഞ്ഞു. അഭിവന്യ പമ്പ്ളാനി പിതാവ് എത്തിച്ചേരും. നമ്മളുടെ പേരാവൂർ നിയോജക മണ്ഡലം MLA ഇപ്പോൾ KPCC പ്രസിഡന്റുമായ സണ്ണി ജോസഫ് സാർ തിരക്കുകൾക്കിടയിലും ഓടിയെത്തും. അതുപോലെ പ്രോട്ടോസിഞ്ചില്ലോസ് ബഹുമാനപ്പെട്ട വികാരി ജനറൽ ആന്റണി മുതുകുന്നേലച്ഛനും വരും. സിഞ്ചല്ലോസ് മോൺസിഞ്ഞോർ പാരാക്കുഴിയച്ഛനെത്തും, കോർപ്പറേറ്റ് മാനേജരെത്തും. അങ്ങനെ വിശിഷ്ട അതിഥികളെ കൊണ്ട് വ്യക്തിത്വങ്ങളെ കൊണ്ട് ഉള്ള പ്രൗഢഗംഭീരമായ ഒരു സദസ്സിൽ ആണ് ടീച്ചറിന് സമുചിതമായിട്ടുള്ള അർഹതപ്പെട്ട ഒരു സെൻഡ് ഓഫ് നൽകുവാനായിട്ട്, യാത്രയയപ്പ് നൽകുവാനായിട്ട് ഞങ്ങൾ ആഗ്രഹിക്കുന്നത് എന്നുള്ളത് എടുത്തു പറയുകയാണ്. എനിക്ക് ഏറ്റവും പ്രധാനപ്പെട്ടത് പറയാനുള്ളത്, ഈ ടീച്ചർ വന്നതിന് ശേഷം ടീച്ചറിൻ്റെ കഠിനാധ്വാനം, നിസ്വാർത്ഥമായിട്ടുള്ള സേവനങ്ങൾ, അതിൻ്റെയൊക്കെ പരിണത ഫലമായിട്ട് ഇന്ന് ഈ കുടിയേറ്റ മേഖലയിൽ ഏറ്റവും നല്ല ഹയർ സെക്കൻഡറി സ്കൂൾ എന്നുള്ള പുരസ്കാരം കഴിഞ്ഞ 3-4 വർഷമായിട്ട് നമ്മുടെ എടൂർ സെൻറ് മേരീസ് ഹയർ സെക്കൻഡറി സ്കൂളിനുണ്ട്. അതുപോലെ തന്നെ ഈ കോർപ്പറേറ്റിലെ ഏറ്റവും നല്ല പ്രിൻസിപ്പൽ എന്നുള്ള അവാർഡ് കഴിഞ്ഞ വർഷം ഈ വർഷം ടീച്ചറിന് ലഭിക്കുകയുണ്ടായി. ഒപ്പം കേരളത്തിലെ KCBC സംഘടിപ്പിക്കുന്ന കേരളത്തിലെ മുഴുവൻ ഹയർ സെക്കൻഡറി സ്കൂളിലെയും പ്രിൻസിപ്പൽമാരെ വിശകലനം ചെയ്ത് ഏറ്റവും നല്ല പ്രിൻസിപ്പൽ എന്നുള്ള അവാർഡും ടീച്ചറിന് ലഭിച്ചു എന്നുള്ളത് അഭിമാനത്തോടു കൂടി ഏറ്റുപറയുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്.